മംഗല്യം തന്തുനാനെ. രചന നുസ്രത്ത് ബാനു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. അമ്മായി വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ശിവയെ കണ്ട് ശങ്കരൻ ശരണിയെ ഓടി വന്നു. ശിവേച്ചി വന്നേ, ഒരു കാര്യം കാണിച്ചു തരാം. എന്താടാ? ഇങ്ങോട്ട് വാ ചേച്ചി. ഇരുവരാൾ പിടിച്ചു വലിച്ച് ടേബിളിന് മുമ്പിലേക്ക് കൊണ്ടുവന്നു. അതിനു മുമ്പിൽ കാണുന്ന പലഹാരവും ഫ്രൂട്ട്സ് എല്ലാം കണ്ട് ശിവ ഇരുവരെയും മാറി മാറി നോക്കി. ചേച്ചി, അച്ഛൻ പുതുതായിട്ട് ബേക്കറി കടയും ഫ്രൂട്ട്സ് കടയും തുടങ്ങാൻ പോകുന്ന തോന്നുന്നു. ചേച്ചി, ഞങ്ങളിത് തുറന്നു നോക്കി. ഇതേ ഇതിലെന്താ നോക്ക്, ചേച്ചിക്ക് ഇഷ്ടമുള്ളൊരു ഐറ്റം ഉണ്ട് ഇതില്, ഇതാ നോക്കിയേ പറഞ്ഞുകൊണ്ട് ശരണി ഒരു ചെറിയ ടിന്നെടുത്ത് അവൾക്ക് നേരെ നീട്ടി. എന്താണെന്ന ഭാഗത്തോടെ അവനെ നോക്കിക്കൊണ്ട് തുറന്നു നോക്കി ശിവ. അതിലെ ഗുലാബി ജാം കണ്ടതും വിടർന്ന കണ്ണോടെ ഒന്നും നോക്കാതെ എടുത്ത് വായിലേക്ക് ഇട്ടു. സ്വീറ്റ്. കണ്ണുകളടച്ച് ആസ്വദിച്ച് കഴിക്കുമ്പോൾ പണ്ടെപ്പോഴോ കഴിച്ച അതേ രുചി അവളുടെ നാവിൽ ഊറി നിന്നു. അതലിഞ്ഞു പോകുന്തോറും വല്ലാത്തൊരു ഫീൽ അവൾ അറിയുന്നുണ്ടായിരുന്നു. ചേച്ചി, ഇതിനെന്ത് ടേസ്റ്റല്ലേ ചേച്ചി? ഓരോന്ന് സംസാരിച്ച് മൂന്നുപേരും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത വീട്ടിൽ തുന്നിക്കാൻ കൊടുത്ത ഡ്രസ്സ് വാങ്ങിച്ച് ദുർഗാകത്തേക്ക് കയറി വന്ന് ചിരിയോടെ ഓരോന്ന് പറഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുന്നവളെ കണ്ട് ദുർഗയുടെ മിഴികൾ പതിഞ്ഞ ശിവയിൽ മാത്രമാണ്. ആ അമ്മായി എവിടെ പോയതാ? അല്ലമ്മായി, മാമ പുതിയ കട തുടങ്ങാൻ പോവാണോ? ഒരു ചിരിയോടെയാണ് ശിവ അത് ചോദിച്ചത്. ആ, ഞാൻ ഈ ഡ്രസ്സ് തുന്നിക്കാൻ കൊടുത്തിരുന്നു, അത് വാങ്ങിക്കാൻ പോയതാ. നീ ചെന്ന് ഫ്രഷായി വാ, ഞാൻ ചായ എടുക്കാം. ഒരു പരിങ്ങലോടെ പറഞ്ഞ് അടുക്കള ലക്ഷ്യമാക്കി നടന്നു ദുർഗ. അമ്മായിയുടെ മുഖം എന്താ പറയാണ്ടിരിക്കുന്നേ? എന്തെങ്കിലും വയ്യായിക ഉണ്ടോ? ഏയ് ഇല്ല ശിവ. അല്ലമ്മായി, ഇതൊക്കെ എല്ലാം പറയാം, നീ ചെന്ന് കുളിച്ചിട്ട് വാ. അത്രമാത്രം പറഞ്ഞ ദുർഗ മുന്നോട്ട് നടന്നു. ചേച്ചി, ഈ അമ്മയ്ക്ക് ഇതെന്ത് പറ്റി? ഇങ്ങനെയല്ലല്ലോ സാധാരണ. നോക്കാം, ഞാനെന്തായാലും കുളിച്ചിട്ട് വരാം. പിന്നെടാ ശങ്കര, ഞാൻ വരുമ്പോഴേക്ക് രസഗുളൊക്കെ തീർക്കല്ലേ? ഇല്ല ചേച്ചി, ചേച്ചി വേം വാ. ശങ്കരൻ അവൾ പോകുന്ന നോക്കി പറഞ്ഞു. ഇപ്പൊ വരാൻ്റെ ശങ്കരൻകുട്ടി. കൈലാസിന്റെ ഗേറ്റ് കടന്ന് കാറ് വന്നു നിന്നു രാജവർമ്മ ധൃതിയോടെ പുറത്തേക്ക് ഇറങ്ങി. തന്റെ അനിയൻ നന്ദലാലിന്റെ അകത്തേക്ക് കയറുമ്പോഴേ കണ്ടു രാജവർമ്മ. ലാൽ. രാജേട്ടാ, എന്ത് പറ്റിയെന്നറിയില്ല, പെട്ടെന്ന് വല്ലാതെ വയലന്റായി. ഡോക്ടർ വന്ന് ഇഞ്ചക്ഷൻ കൊടുത്തിരിക്കുക. അതോടൊന്ന് മയക്കത്തിലേക്ക് വീണു. ഇപ്പൊ നല്ല മയക്ക. എന്റെ ഈശ്വര, എന്റെ കുഞ്ഞിനിത് എന്തു പറ്റി? അരുന്തൈ തമ്പുരാട്ടി നെഞ്ചിൽ കൈവച്ച് നിറഞ്ഞ കണ്ണോടെ പറഞ്ഞു. ആരെയും നോക്കാതെ അവർ അശോക് കിടക്കുന്ന മുറിയിലേക്ക് നടന്നു. അടഞ്ഞു കിടക്കുന്ന ഡോറിലേക്ക് ഒരു നിമിഷം നോക്കി അരുന്ധതി. ശേഷം ആ ഡോറ് പതിയെ തുറന്നു കണ്ടു നിലത്ത് കമിഴ്ന്നു കിടക്കുന്ന അശോകിനെ. ഈ അവസ്ഥയിലായ ശേഷം തന്റെ പേരക്കുട്ടി ബെഡിൽ കിടക്കുന്ന താൻ കണ്ടിട്ടില്ല. ഗ്രാൻഡ്മാന്ന് വിളിച്ച് തന്റെ തോളിൽ പിടിച്ചിരിക്കുന്ന മുഖമോർത്തും അവരുടെ ഉള്ളു വല്ലാതെ നീറിപ്പുകഞ്ഞു. ഒരു വിതുമ്പലോടെ അവന്റെ അടുത്തേക്ക് ചെന്ന് നിലത്തിരുന്നു അരുന്ധതി. അവനെ ഒന്നാകെ നോക്കി. കാലിൽ കിടക്കുന്ന അവന്റെ ചങ്ങല കണ്ടതും മോനെ അശോക് എന്ന് വിളിച്ച് അവനെ വാരിപ്പണെന്ന് കരഞ്ഞു അവർ. മോനെ അശോക്, എനിക്ക് ഉറപ്പാ നിനക്ക് ഈ അവസ്ഥ അധികം ഇനി അനുഭവിക്കേണ്ടി വരില്ല. വൈകാതെ നീ ആഗ്രഹിച്ച പോലെ നിന്റെ നിധി നിന്നിലേക്ക് വന്നു ചേരും അശോക്. നീ എന്നോട് പറയാറില്ലേ അവൾക്ക് രസഗുള നല്ല ഇഷ്ടമാണെന്ന്? പണ്ട് നീ അവൾക്ക് വാങ്ങിക്കൊടുത്ത അതേ രുചിയുള്ള തന്നെയാ ഇന്ന് ഞാൻ അവൾക്ക് വേണ്ടി കൊണ്ടുകൊടുത്ത്. അവളത് ഇഷ്ടത്തോടെ കഴിക്കുന്നുണ്ടാവും അശോക്. നിന്റെ നിധി അവൾ ഇനി എന്നും നിന്റെ കൂടെ ഉണ്ടാവും അശോക്. അവന്റെ കാതോരം അരുന്ധതി നിറഞ്ഞ മിഴികളോടെ പറഞ്ഞുകൊണ്ടിരുന്നു. അവനിൽ നിന്ന് ചെറിയ മൂളക്കം പോലെ എന്തോ കേട്ടതും അരുന്ധതി കാതുകൾ അവന്റെ ചുണ്ടോട് അടുപ്പിച്ചു. നിധി നിധി. ചെറിയ രീതിയിൽ ആ വാക്കുകൾ മനസ്സിലാക്കിയെടുത്തിരുന്ന അരുന്ധതി. അമ്മേ. സരസ്വതിയുടെ ശബ്ദം പുറകിൽ കേട്ടതും അരുന്ധതി പതിയെ തിരിഞ്ഞു നോക്കി. കണ്ടില്ലേ സരസ്വതി, അവന്റെ തളർന്ന മനസ്സിൽ പോലും അവളെ മറന്നുപോയിട്ടില്ല നമ്മുടെ അശോക്. കരയാതെ അമ്മേ, എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ മോൻ തിരികെ വരും. വൈകാതെ പഴയതുപോലെ തന്നെ നമ്മുടെ എല്ലാ അശോകായി തന്നെ. അതിന് അവൾക്ക് മാത്രമേ കഴിയൂ അമ്മേ. അന്നേ അവൻ്റെ ആവശ്യം ഞാൻ അനുസരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ എൻ്റെ അശോകിന് ഈ അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു, അല്ലേ അമ്മേ? മിഴികൾ അമർത്തി തുടച്ചുകൊണ്ട് പറഞ്ഞു സരസ്വതി. ശേഷം അശോകിന്റെ മുടിയിലൂടെ ഒന്ന് പതിയെ തലോടി. തന്റെ കാതുകളിൽ കേട്ട ഓരോ വാക്കുകളും വിശ്വസിക്കാൻ കഴിയാതെ നിലത്തൊരു പ്രതിമ കണക്കിയിരിക്കുകയാണ് ശിവ. സത്യമോ മിഥ്യയോ, അതോ ഇത് തന്റെ ജീവിതമോ? എല്ലാം കേട്ട് ശിവയെ പോലെ വിശ്വാസം വന്നില്ല ശങ്കരനും ശരണിക്കും. മോളെ ശിവ, അല്ല നിധി, എത്രയൊക്കെ നിന്റെ പേര് മാറ്റിയാലും നീ അവന്റെ നിധി തന്നെയല്ലേ മോളെ. അത് മാറ്റാൻ മറ്റാർക്കും കഴിയില്ല. ശിവ തന്റെ മിഴികൾ ഇറുക്കി അടച്ച് എന്തോന്ന് തന്നിൽ നിന്ന് പുറത്തേക്ക് വരാൻ വെമ്പുന്നുണ്ട്. പക്ഷെ എന്താണത്? ഒരുപക്ഷെ അയാളുടെ മുഖമായിരിക്കുമോ? പല ചിന്തകൾ അവളിൽ കാടുകയറി. മോളെ. വീണ്ടും തോളിൽ തട്ടിയുള്ള സത്യന്റെ വിളിയാണ് അവളെ സ്വഭാവത്തിലേക്ക് എത്തിച്ച്. മോളെ, എന്താ നീ ഒന്നും പറയാത്ത? എനിക്കൊന്നും അറിയാൻ പറ്റുന്നില്ല മാമി. നിധി എന്നെൻ്റെ പേര് എനിക്കറിയാം, പക്ഷേ നിധി എന്ന് എന്നെ സ്നേഹിക്കുന്ന ആ വ്യക്തിയെ മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല മാമി. ഒരുപക്ഷെ ഇതുകൊണ്ടായിരിക്കോ ഒരു തരത്തിലും ദേവേട്ടനായിട്ടുള്ള എൻ്റെ യുവാത്തിനേക്ക് മനസ്സുകൊണ്ട് ഒരു തരി പോലും ഉൾക്കൊള്ളാൻ കഴിയാതിരുന്നു. നീ കരുതുന്നല്ല ഒരു പക്ഷെ ശരിയായിരിക്കാം മോളെ. ഇവിടെ മോളെ ഞങ്ങൾ ആരും തന്നെ നിർബന്ധിക്കുന്നില്ല. പക്ഷെ മോള് ഉറപ്പോടെ പറയണം, മോളെ സ്നേഹിക്കുന്ന ആ വ്യക്തിക്ക് പകരം ദേവനെ വിവാഹം കഴിക്കാൻ മോൾക്ക് സമ്മതമാണെന്ന്. അവൾ പോലും അറിയാതെ അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകി. എന്തുകൊണ്ടോ അവൾക്ക് അങ്ങനെ ഒരു വാക്ക് പറയാൻ പോയിട്ട് ഒന്ന് ചിന്തിക്കാൻ പോലും തോന്നിയില്ല.
അതിന് കാരണം പോലും അവൾക്ക് അറിയില്ലെങ്കിലും അവൾ ദേവനെ വിവാഹം കഴിക്കുന്നത് ചിന്തിക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു. മോളെ ശിവ, അവന്റെ പേര് കേട്ടില്ലെങ്കിലും മോൾക്ക് ഓർമ്മ വരുമോ നോക്ക് മോളെ. ദുർഗ ദുർഗ എന്തോ ചിന്തയിൽ പറയാനൊരുങ്ങിയതും അപ്പോഴേക്കും സത്യന്റെ ശബ്ദമുയർന്നിരുന്നു. അത് മോളെ, ഞാൻ അവളോട് അത് പറയണ്ടെന്നാ പറഞ്ഞ്. മോളുടെ ഓർമ്മയിൽ ഒരു മൺതരി പോലെയെങ്കിലും അവനെ ഓർത്തെടുക്കാൻ കഴിയണം. അതിന് ഞങ്ങൾ പറയുന്ന വാക്കുകളിലൂടെ അല്ല. ആ വീട്ടിലന്ന് മോള് 2 ദിവസം നിന്നപ്പോൾ മോൾ അനുഭവിച്ച ഓരോ നിമിഷവും മോളായിട്ട് തന്നെ അറിയണം. എങ്കിലേ നിനക്ക് അവളെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയും മോളെ. എന്ന് വെച്ച് അവളോട് അവന്റെ പേരെങ്കിലും പറയേണ്ട സത്യേട്ടാ? വേണ്ട അമ്മായി, മാമ പറഞ്ഞാൽ ശരി. എനിക്കെല്ലാം തിരികെ ഓർത്തുകൊണ്ട് വരണം. അത് എന്നിലൂടെ തന്നെ. അറിയണ്ട, ഈ ശിവക്ക് ഒന്നും അറിയണ്ട. ആരാലും ഒന്നും അറിയണ്ട എനിക്ക്. അത്രയും പറഞ്ഞ് തന്റെ മുറിയിലേക്ക് കയറി ഡോറടച്ച് ശിവ. മോളെ, ദുർഗ പുറകിൽ നിന്ന് വിളിച്ചെങ്കിലും അവളതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. വേണ്ട ദുർഗ, അവൾ ഒറ്റയ്ക്കിരിക്കട്ടെ. എല്ലാം ഉൾക്കൊള്ളാൻ അവൾ സ്വയം പഠിക്കട്ടെ ദുർഗയെ. സത്യൻ ദുർഗയെ നോക്കി പറഞ്ഞ് പുറത്തേക്ക് നടന്നു. എന്നാൽ അപ്പോഴും എന്തിനെന്നില്ലാതെ ദുർഗയുടെ മിഴികൾ നിറഞ്ഞൊഴുകിയിരുന്നു. തന്റെ ഓർമ്മകളിൽ ആ വ്യക്തിയെ ഓർത്തെടുക്കാൻ ശിവ തന്റെ കഴിവിന്റെ അങ്ങേയറ്റം ശ്രമിച്ചു. എന്നാൽ അതൊന്നും അവളുടെ ഉൾവരിഞ്ഞ ഓർമ്മയെ പുറത്തു കൊണ്ടുവന്നില്ല. അന്നത്തെ ദിവസം മുഴുവൻ അവൾ ആ മുറിക്കുള്ളിൽ കഴിഞ്ഞുകൂടി. ശിവയ്ക്ക് ഈ വിവാഹത്തിന് എതിർപ്പില്ലെന്നത് ദേവനിൽ വല്ലാത്ത നിരാശയും വേദനയും ആയിരുന്നെങ്കിലും സ്നേഹിക്കുന്നവരുടെ ഇടയിൽ ഒരു നെടുന്നൂണാവാൻ അവൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചില്ല. ശിവയുടെ വിവാഹം പെട്ടെന്ന് കേട്ടതും അവളുടെ കൂട്ടുകാർക്കെല്ലാം വല്ലാത്ത ഷോക്കായിരുന്നു. ടൗണിലെ ഒരു പാർട്ടി ഹാളിൽ വെച്ചാണ് ചടങ്ങെന്നും എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നും മനോഹർ വിളിച്ചു പറയുമ്പോഴും സത്യന്റെ മുഖത്ത് ഒരുവിധം നിർവികാരതയായിരുന്നു. ദേവന്റെ മുറിയിലേക്ക് കയറിയ സത്യൻ ജനൽപ്പാടിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന ദുർഗയെ കണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു. നീ ഇതുവരെ ഉറങ്ങിയില്ലേ? നാളെ നേരത്തെ എണീക്കണ്ടേ? ശിവ എന്തെങ്കിലും പറഞ്ഞോ? പിന്നെ ഇല്ല, അവളൊന്നും ഈ നിമിഷം വരെ മിണ്ടിയിട്ടില്ല സത്യേട്ടാ. ഈ രാത്രിയൂടെ കഴിഞ്ഞ അവൾ പിന്നെ മറ്റൊരു വീട്ടിലാ. അതോർക്കുമ്പോൾ എന്തോ എൻ്റെ മനസ്സ് വല്ലാണ്ട് പിടക്കുന്നു സത്യേട്ടാ. ശിവക്ക് നമ്മളെയൊക്കെ കാണാണ്ടിരിക്കാൻ പറ്റുമോ? അത്രയും വലിയ വീട്ടിൽ നമ്മുടെ മോളെ അവർ ഒറ്റപ്പെടുത്തുന്ന പേടി എനിക്ക്. നീ എന്താ ദുർഗ ഈ പറയുന്നത്? അവർ വന്നപ്പോൾ നിങ്ങൾ കണ്ടല്ലേ സത്യേട്ടാ ആ സ്ത്രീയുടെ സംസാരം. എനിക്കെന്തോ അവളെ അങ്ങോട്ട് വിടുന്നതിനോട് ഒട്ടും താല്പര്യം തോന്നുന്നില്ല. ദുർഗയെ, ഞാൻ നിന്നെ എന്നോ ഇന്നലെ അല്ല കാണാൻ തുടങ്ങിയത്. ശരിക്കും എന്താ നിന്റെ പ്രശ്നം? ഇപ്പൊ നീ പറയുന്നത് എന്താണെന്ന് പോലും നിനക്ക് എന്നെ അറിയാത്ത സംസാര. അവള് ദേവനെ കൊണ്ട് വിവാഹം നടത്താൻ മുന്നിലേക്ക് ഇറങ്ങിയ നീയാ. ഏത് നേരവും ശകാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വാശിയണിച്ചു നടക്കുന്ന നീ തന്നെയാണ് ഈ പറയുന്നത്. സത്യേട്ടൻ പറഞ്ഞൊക്കെ ശരിയാ. ശകാരിക്കെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ശിവയോടുള്ള ഇഷ്ടം കൊണ്ടാ. എൻ്റെ മോളാ അവള്. വിതുമ്പിയേങ്ങി കരഞ്ഞു പറയുന്ന ദുർഗയെ സത്യൻ അതിശയത്തോടെ നോക്കി. എപ്പോഴും അവൾക്ക് നേരെ ചാടിക്കളിക്കുന്നവളുടെ മനസ്സ് ഇന്ന് കീറിമുറിക്കുന്ന വേദനയുണ്ടെന്ന് സത്യൻ മനസ്സിലാക്കാൻ തുടങ്ങിയിരുന്നു. ദേവരുമായി നീ പെട്ടെന്ന് കല്യാണം ഉറപ്പിച്ചപ്പോൾ ഞാൻ കരുതി അവളെ പറഞ്ഞേക്കാനുള്ള ധൃതിയാവും നിനക്കുള്ളിലെന്നാ. അറിയാം, നിങ്ങളും അവളും എല്ലാം എല്ലാവരും കരുതുന്നു എനിക്ക് അവളോട് ഇഷ്ടമല്ലെന്നാ. എന്നാൽ സത്യേണ്ണ ഒരു കാര്യം അറിയോ? നമ്മുടെ ശങ്കരനേക്കാളും ശരണ്യേക്കാളും എൻ്റെ മനസ്സിലെ സ്ഥാനം അതെൻ്റെ ശിവക്ക. അവളുടെ പേര് പോലും ഞാൻ മായ്ച്ചു കളഞ്ഞ്. എനിക്ക് അവളെൻ്റെ സ്വന്തമായതുകൊണ്ടാണ്. പണ്ട് ഭാസ്കരനും നളിനിയൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വന്നപ്പോൾ അവരറിയാതെ ഇങ്ങോട്ട് ഒളിച്ചു പോകുന്ന പോലും അവൾ എന്നെ വിട്ട് പോവാതിരിക്കാന്. ശങ്കരനും ശരണി എന്നെ അമ്മയെന്ന് വിളിക്കുമ്പോൾ അവൾ എന്നെ അതുപോലെ വിളിച്ചെങ്കിലെന്ന് ഞാൻ എത്ര വട്ടം കൊതിച്ചിട്ടുണ്ടെന്നോ. പിന്നെ അവളെ ശകാരിക്കുന്നു. അതൊക്കെ അവളെ കൈവിട്ട് പോവാതിരിക്കാനാ. എൻ്റെ ദത്തൻ്റെ അതേ സ്വഭാവം അവൾക്കും. അന്ന് അവൻ എന്നെ വിട്ടുപോയപ്പോൾ ഞാൻ എത്ര കരഞ്ഞു എന്നറിയോ? ചേച്ചിയല്ല, അമ്മ തന്നെയായിരുന്നു അവന് ഞാൻ. അവൻ എന്നെ എതിർത്ത് അവിടെ കൂടെ പോയപ്പോൾ ദേഷ്യമല്ല, സങ്കടം തന്നെയായിരുന്നു. അവൻ മരിച്ചപ്പോൾ നിങ്ങളുടെ കൂടെ വരാത്ത വെറുപ്പുകൊണ്ടാണെന്നല്ലേ നിങ്ങൾ കരുതുന്നു? എന്നാൽ അല്ല സത്യേട്ടാ. ഇന്നും ഞാൻ വിശ്വസിക്കുന്നു അവൻ ജീവനോടുണ്ടെന്നാ. അവൻ മരിച്ചെന്ന് എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല സത്യേട്ടാ. എവിടെയും അവൻ്റെ സീതയുടെ കൂടെ അവൻ ജീവിക്കുന്നതെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശിവയെ ഞാൻ ചെറിയ ജോലികൾ പോലും ചെയ്യിപ്പിക്കുന്നത് അവളോട് ദേഷ്യം ഉണ്ടായിട്ടല്ല. നാളെ മറ്റൊരു വീട്ടിൽ പോകുമ്പോൾ അതിന് ലക്ഷ്മിയും ചന്ദ്രേട്ടനാണെങ്കിൽ പോലും ദത്തനോ സീതക്കോ പേരുദോഷം വരുത്തുന്നതുകൊണ്ട് മാത്രമാണ്. ഒരു പെണ്ണിൻ്റെ വിവാഹം കഴിഞ്ഞ് ചെല്ലുന്ന വീട്ടിൽ അവളിൽ നിന്ന് എന്തെങ്കിലും ചെറിയ തെറ്റ് വന്നാൽ പോലും അവളെ അല്ല, മറിച്ച് അവളുടെ അച്ഛനെയും അമ്മയും മാത്രമേ കുറ്റപ്പെടുത്തൂ. അങ്ങനെ ഒരു വാക്കുകൊണ്ട് പോലും ആരായാലും എൻ്റെ മോളെ എൻ്റെ ദത്തനെയും അവൻ്റെ ഭാര്യയെയും പറയുന്ന എനിക്ക് സഹിക്കില്ല സത്യേട്ടാ. അവൾ എൻ്റെ മോളാണ്. അതിന് ആരൊക്കെ എന്തു പറഞ്ഞാലും എൻ്റെ മനസ്സിൽ എൻ്റെ മൂത്ത മകൾ അവൾ തന്നെയാണ്. പിന്നെ ഈ കാണിക്കുന്നതൊക്കെ വെറും അഭിനയമാണ് എൻ്റെ മോളെ നഷ്ടാവാതിരിക്കാൻ. ദത്തിനെ പോലെ തന്നെ പൊട്ടിത്തെറിയാവളും അവളെന്ന് നിയന്ത്രിക്കാൻ കാണിക്കുന്നതേ ഉള്ളൂ സത്യേട്ടാ. നാളെ അവൾ വേറെ വീട്ടിലേക്ക്, അതും അത്രയും വലിയൊരു കുടുംബം. എൻ്റെ മോൾക്ക് അവിടെ സമാധാനത്തോടെ കഴിയാൻ പറ്റണമെന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. വിങ്ങിപ്പൊട്ടി ഓരോന്ന് പറഞ്ഞുകൊണ്ട് ദുർഗ സത്യന്റെ തോളിലേക്ക് ചാരി. എൻ്റെ ദുർഗയെ, നിനക്ക് എത്രമാത്രം അവളെ ഇഷ്ടമുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാ, നീ അവളെ നല്ലൊരു മകളായിട്ട് തന്നെയാണ് വളർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അവൾക്ക് ആരുടെ മുമ്പിലും തലവനിക്കേണ്ടി വരില്ല ദുർഗ. അപ്പോഴും ദുർഗ സത്യന്റെ തോളിൽ കിടന്ന് കരയുന്നുണ്ടായിരുന്നു. ഇതെല്ലാം പുറത്ത് ചുമരിൽ ചാരിന്ന് കേൾക്കുന്ന ശിവ വാപ്പുത്തി പിടിച്ച് കരഞ്ഞു. അത് തികച്ചും സന്തോഷം കൊണ്ട് മാത്രമായിരുന്നു. തന്റെ അമ്മായിയുടെ മനസ്സിൽ തനിക്കുള്ള സ്ഥാനം താൻ ഇത്രയും കാലം കരുതിയതുപോലെ അല്ലെന്ന തിരിച്ചറിവ് അവൾക്ക് പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള സന്തോഷമായിരുന്നു.
നിറഞ്ഞൊഴുകുന്ന മിഴികൾ തുടച്ചു നീക്കി ചെറുപുഞ്ചിരിയോടെ അവൾ മുറിയിലേക്ക് ഓടിപ്പോയി. നീ കരയണ്ട. പിന്നെ പെൺകുട്ടികളാകുമ്പോൾ വിവാഹം കഴിഞ്ഞ് മറ്റൊരു വീട്ടിൽ പോകുന്നുള്ളത് ഒരു വാസ്തവം തന്നെയാ. എന്നാലും സത്യേട്ടാ, ലക്ഷ്മിയുടെയും ചന്ദ്രന്റെ അടുത്തേക്ക് അവൾ പോകുന്നെങ്കിൽ എനിക്ക് ഇത്രയ്ക്ക് വേദനിക്കേണ്ടി വരില്ല. പക്ഷെ ഇത്... നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. അവരുടെ പെരുമാറ്റം വെച്ച് അവൻ്റെ അമ്മയ്ക്കും മുത്തശ്ശിക്കും അവർക്കെല്ലാം നല്ല പെരുമാറ്റം തന്നെയാ. പിന്നെ അവളും പാവോൽ എന്ന് കൊടുക്കുന്നവളൊന്നല്ലല്ലോ. ഒന്നുമില്ല, അവിടെ അമ്മായിയായ നിന്റെ ഈ നാക്ക് അത് കുറച്ചൊക്കെ അവൾക്കും കിട്ടിയിട്ടുണ്ടല്ലോ. ഇങ്ങോട്ട് ചൊറിയാൻ വന്ന അവരെ നാക്കുകൊണ്ട് നിലത്തടിക്കാൻ അവൾക്കും അറിയാലോ. ഒരു ചെറു ചിരിയോടെ ദുർഗയെ ആശ്വസിപ്പിക്കാനെന്നോണം പറഞ്ഞു സത്യൻ. സത്യം പറയുന്ന കേട്ടൊന്ന് തുറിച്ചു നോക്കി ദുർഗ. ദേ കണ്ടോ, നിന്റെ ഈ ഭദ്രകാളിയെപ്പോലുള്ള നോട്ടം അത് അവിടെ അടുത്തുണ്ട്. ഇപ്പൊ സമാധാനായി. മനുഷ്യ, എന്റെ വായികൾ കേൾക്കും നിങ്ങള്. ഇതാണ് എന്റെ ദുർഗ. അല്ലാതെ ഈ കരയുന്ന ദുർഗ തനിക്ക് ചേരില്ലടോ. പറഞ്ഞുകൊണ്ട് ദുർഗയെ ചേർത്ത് പിടിച്ചു സത്യൻ. റൂമിലെത്തിയ ശിവക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും സന്തോഷം അലതല്ലി അവളിൽ. താൻ കരുതിയതിനപ്പുറം അമ്മായിയുടെ മനസ്സിൽ തനിക്കുള്ള സ്ഥാനം, തന്റെ അച്ഛനെയോ അമ്മയെയോ ഒരു തരി വെറുപ്പ് പോലും ഇല്ലെന്നതും അവളെ സംബന്ധിച്ച് വലിയ ആശ്വാസവും സമാധാനവും കൂടി ചേർന്ന ഒന്നായിരുന്നു. രാവിലെ നേരത്തെ എണീറ്റ് കുളിച്ചൊരുങ്ങി തൊട്ടടുത്ത അമ്പലത്തിൽ എല്ലാവരും ഒരുമിച്ചായിരുന്നു പോയത്. പ്രാർത്ഥനയ്ക്കിടയിൽ ദുർഗയുടെ മിഴികൾ നിറയുന്ന എല്ലാം ശിവ കാണുന്നുണ്ടായിരുന്നു. ദേവി, എനിക്കറിയില്ല ഒന്നും. പെട്ടെന്ന് സമ്മതം പറഞ്ഞ പോലും എന്തുകൊണ്ടാണെന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ ഇന്നത്തെ ദിവസം അതെനിക്ക് അത്രമേൽ വിലപ്പെട്ടൊരു ദിവസമാണെന്ന് മാത്രം എനിക്കറിയാം. അയാൾ ആരാണെന്ന് പോലും ഈ നിമിഷം വരെ എനിക്ക് ഓർത്തെടുക്കാൻ പോലും കഴിയുന്നില്ല ദേവി. എല്ലാത്തിനും നീ കൂടെ ഉണ്ടാവണേ. കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചു ശിവ. ക്ഷേത്രത്തിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം എടുത്ത് റെഡിയായി അവർ. അപ്പോഴേക്കും ദേവൻ കാറുമായി വന്നിരുന്നു. ദേവനെ കണ്ടതും ശിവ അവന്റെ മുഖത്തേക്ക് നോക്കി. വരുത്തി തീർത്തൊരു പുഞ്ചിരി മാത്രം അവൾക്കായി നൽകി തിരിഞ്ഞിരുന്നു അവൻ. എന്തോ അവന്റെ ഉള്ള അത്രമേൽ പിടഞ്ഞുകൊണ്ടേയിരുന്നു. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ അത്രമേൽ ആഴത്തിൽ അവളെ സ്നേഹിച്ചുകൊണ്ടാവാം മിഴികളെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല അവന്. മോളെ ശിവ. സത്യന്റെ വിളി കേട്ട് ശിവ തിരിഞ്ഞു നോക്കി. മാമേ, ദാ ഈ ബാഗ് മോൾക്ക് അങ്ങോട്ട് കൊണ്ടുപോകാനുള്ളതാ. പിന്നെ ദേ ഇത് മോൾക്ക് മോളുടെ ഓർമ്മകളെ വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ഒന്നാ. ഇത് മോൾ തുറക്കണം. ഇപ്പോഴല്ല, അവിടെ എത്തിയതിനു ശേഷം മാത്രം. മാമേ, പകപ്പോട് വിളിച്ചു ശിവ. ഈ കാലം വരെ മാമ സൂക്ഷിച്ചു വെച്ചതാ ഇത്. ഇതിന്റെ ആവശ്യം ഇനി വരുന്ന ഒരിക്കൽ പോലും മാമ ചിന്തിച്ചിട്ടില്ല. കാലങ്ങളായി മച്ചിമ്പുറത്ത് സൂക്ഷിച്ചു വെച്ച നിനക്ക് വിലപ്പെട്ട നിധി തന്നെയാ ഇതില്. ഈ മാമയോട് ദേഷ്യം തോന്നല്ലേ മോളെ. നിന്റെ അച്ഛന് കൊടുത്ത വാക്ക് അത് പാലിക്കാന്ന് മാത്രമേ ഈ മാമ ചെയ്തിട്ടുള്ളൂ. നിറഞ്ഞ മിഴികളോടെ സത്യന്റെ നെഞ്ചിലേക്ക് വീണ് ശിവ. വൈകാതെ ടൗണിലെ പാർട്ടി ഹാളിലേക്ക് എത്തിയിരുന്ന സത്യനും കുടുംബവും. ലക്ഷ്മിയുടെയും ചന്ദ്രന്റെയും മുഖത്ത് ദേവനെപ്പോൾ തന്നെ നിരാശ എടുത്തു കാണിക്കുന്നുണ്ട്. എന്നാലും ശിവക്കുമ്പിൽ ചെറിയൊരു പുഞ്ചിരി വരുത്തി തീർത്തു അവർ. ആരൊക്കെയോ ചേർത്ത് തന്നെ അണിയിച്ചൊരുക്കുമ്പോഴും തന്റെ ദേഹത്ത് ഇട്ടുമുടാൻ മാത്രം ആഭരണങ്ങൾ അണിയിക്കുമ്പോഴും ശിവയുടെ മനസ്സ് തന്റെ മനസ്സിൽ മറഞ്ഞു നിൽക്കുന്ന ആ മനുഷ്യനെ കുറിച്ചുള്ള ചിന്തകളിലായിരുന്നു. ശിവ, അവരൊക്കെ എത്തി. എന്ത് വലിയ ടീമാ മോളെ. ഓഹ്, എല്ലാം വലിയ രാജകൊട്ടാരത്തിൽ നിന്ന് വരുന്ന പോലെയുണ്ട്. ജോയി അവിടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. ഉള്ളിൽ വല്ലാത്തൊരു പിടപ്പായിരുന്നു ശിവക്ക്. മോളെ നിധി. പുറകിൽ ശബ്ദം കേട്ടോ ശിവ തെളിഞ്ഞ് ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. നിറഞ്ഞ പുഞ്ചിരിയോടെ തന്റെ അടുത്തേക്ക് വരുന്ന കുറച്ച് പ്രായം തോന്നിക്കുന്ന അവരെ ശിവ ആരെന്ന ഭാവത്തോടെ നോക്കി നിന്നു. ശിവയെ കണ്ട അരുന്ധതിയുടെ കണ്ണുകൾ വിടർന്നു. അവളുടെ സൗന്ദര്യത്തിന് വല്ലാത്തൊരു കണ്ടിരിക്കാൻ തോന്നുന്ന ഭംഗി തോന്നി അവർക്ക്. മോളെ, എന്നെ മറന്ന മോളെ നീ. തന്റെ അടുത്തേക്ക് വന്ന് തന്റെ ഇരു കവിളിലും പിടിച്ച് സ്നേഹത്തോടെ അരുന്ധതി ചോദിക്കുമ്പോൾ ഒട്ടും മനസ്സിലാവാത്ത ഭാവത്തോടെ തന്നെ അവരുടെ മുഖത്തേക്ക് നോക്കി നിന്നു ശിവ. എനിക്കറിയാം മോൾക്ക് ഇപ്പൊ അതൊന്നും അത്ര ഓർമ്മ കാണില്ല. പക്ഷേ അവനെ കണ്ടാൽ മോൾക്ക് എല്ലാ ഓർമ്മയിൽ തെളിയും. തെളിയാതിരിക്കില്ല. അവന്റെ നിധിയല്ലേ നീ. നിറഞ്ഞ ചിരിയോടെ പറയുന്ന അരുന്ധതിയുടെ വാക്കുകൾ കേൾക്കെ അവൾ പോലും അറിയാതെ അവളുടെ ചുടിയിൽ ചെറിയൊരു പുഞ്ചിരി സ്ഥാനം പിടിച്ചിരുന്നു. അമ്മേ, മുഹൂർത്തത്തിനുള്ള സമയമായി. നിധി അങ്ങോട്ട്. പറഞ്ഞു മുഴുമിക്കും മുമ്പേ അങ്ങോട്ട് വന്ന സരസ്വതിയുടെ കണ്ണുകൾ നിധിയെ കണ്ടും തിളങ്ങി. അവളുടെ മുഖത്ത് കാണുന്ന ഐശ്വര്യം എന്തോ അവരുടെ ചുടിയിലൊരു പുഞ്ചിരി വീണു. മോളെ, ദേ ഇതാണ് അവന്റെ അമ്മ, നിന്റെ അമ്മായി അമ്മ. അരുന്ധതി ചിരിയോടെ അവളുടെ കൈകൾ പിടിച്ച് പറഞ്ഞു. വാ, ഇനി വൈകിക്കേണ്ട. അവിടെ മണ്ഡപത്തിലെല്ലാവരും കാത്തിരിക്കുക, നിന്നെയും കാത്ത അവനും. അത്രയും പറഞ്ഞൊരു ചിരിയോടെ സരസ്വതി അവളുടെ തോളിലൂടെ പിടിച്ച് മുന്നോട്ട് നടന്നു. ദുർഗയും എല്ലാവരും ഈ കാഴ്ച നോക്കി നിന്നു. ദുർഗയ്ക്ക് തന്റെ ഉള്ളുവല്ലാതെ പിടക്കുന്നുണ്ടായിരുന്നു. ശിവയുടെ അവസ്ഥ മറിച്ചായിരുന്നില്ല. മണ്ഡപത്തിലേക്ക് അടുക്കും തോറും അവളുടെ ഹൃദയമിടിപ്പ് വല്ലാതെ വർദ്ധിച്ചു. അത് തനിക്ക് തന്റെ കാതുകളിൽ തന്നെ പതിക്കും പോലെ തോന്നി അവൾക്ക്. മണ്ഡപത്തിനടുത്തെത്തിയതും എല്ലാവരുടെയും നോട്ടം അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ശിവയിലേക്ക് പതിഞ്ഞു. എന്നാൽ ശിവയുടെ മിഴികൾ തനിക്കിരിക്കാനുള്ള ഇരിപ്പിടത്തിന് തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയിലേക്കാണ്. അവളുടെ ശ്വാസഗതി ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരുന്നു. മിഴികളിൽ അവനിലേക്ക് ഉറ്റുനോക്കിയെങ്കിലും അവന്റെ മുഖം മാത്രം കാണാൻ സാധിച്ചില്ല അവൾക്ക്. പൂക്കളാൽ കോർത്ത് മുഖത്തൊന്നാകെ മൂടിയിട്ടുണ്ട്. ശിവ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ മണ്ഡപത്തിലേക്ക് കയറി. മുന്നിൽ നിൽക്കുന്ന വ്യക്തികളെല്ലാം ഒരു നിമിഷം നിശ്വസിച്ചുകൊണ്ട് നോക്കി അവൾ. പൂജാരി പറയുന്ന മന്ത്രങ്ങൾ ഓരോന്നും കാതിൽ പതിഞ്ഞുകൊണ്ടിരുന്നു.
മാലിനി ശിവയെ നോക്കിക്കൊണ്ട് സരസ്വതിയുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു. അതെ, ഈ പൂജാരിയോട് ഇങ്ങനെ മന്ത്രിച്ചിരിക്കാവുന്ന വേഗം ആ താലി കയ്യിൽ വാങ്ങിച്ച് കെട്ടിക്കാൻ നോക്ക്. മരുന്നിന്റെ പവറിൽ നിൽക്കുക അവനിപ്പോ. കുറച്ചേരം കൂടെ കഴിഞ്ഞ. പറഞ്ഞു തീരും മുമ്പേ മാലിനിയെ തുറിച്ചു നോക്കി സരസ്വതി. എന്നെ ഇങ്ങനെ നോക്കുന്നു വേണ്ട സരസ്വതി. ദേ, ആ സാധനം അലറി വളം വെച്ച എല്ലാവരും അറിയും നിന്റെ മോന് ഭ്രാന്താണെന്ന്. മാത്രമല്ല ആ പെണ്ണ് പേടിച്ച് ഓടിപ്പോവും. കുഞ്ഞിൽ താലി കെട്ടി പറഞ്ഞിട്ടൊന്നും പിന്നെ കാര്യം ഉണ്ടാവില്ല. ഒന്നും മിണ്ടാണ്ടിരിക്കും മാലിനി. കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞ് സരസ്വതി മാലിന്യുടെ അടുത്തുനിന്ന് മുന്നിലേക്ക് നീങ്ങിയിരുന്നു. ഓ പിന്നെ, സ്വന്തം മകന് ഭ്രാന്തല്ല പിന്നെ എന്താ? പനിയും ജലദോഷമാണെന്ന് പറഞ്ഞാൽ മതിയോ? കഷ്ടം. ഒരുത്തി ഒന്നും അറിയാതെ അടുത്തിയെന്ന് ഇരിക്കുന്നുണ്ടില്ലേ? ആരെയും മയക്കുന്ന സൗന്ദര്യം ഉണ്ടായിട്ടെന്താ? ഇനി ഈ പെണ്ണിനെ അവൻ തന്നെ ചിലപ്പോൾ ഞെക്കി കൊല്ലും. അതോടെ തീരും അവന്റെ നിധിപുരാണം. ശിവയെ അശോകിനെയും നോക്കി ഓരോന്ന് സ്വയം പറഞ്ഞുകൊണ്ടിരുന്നു മാലിനി. ദാ താലി കെട്ടിക്കോളൂ. പൂജിച്ച താലി പൂജാരി അശോകിന് നേരെ നീട്ടിയെങ്കിലും അത് വാങ്ങാതെ ചലനമില്ലാത്തൊരു പ്രതിമയെപ്പോലെ നിന്നു അവൻ. എല്ലാവരുടെയും മുമ്പിൽ ഒരു നിമിഷം പതിരിപ്പോയി രാജവർമ്മയും അരുന്ധതിയും സരസ്വതിയും. അരുന്ധതി അശോകിന്റെ അടുത്തേക്ക് ചെന്ന് അവന്റെ കാതോരം ശിരസ് അഴുത്തി. മോനെ വായിക്ക്, നിന്റെ നിധിയെ താലിയാർത്ത് മോനെ. കാതുകൾ നിധി എന്ന് കേട്ടതും അതുവരെ അടഞ്ഞു കിടന്ന അവന്റെ മിഴികൾ വലിച്ചു തുറന്നവൻ. ചുറ്റുമെന്തോ വലിയ ശബ്ദങ്ങൾ, ഒന്നും കാണുന്നില്ല. തനിക്ക് ചുറ്റി ഇരുട്ട് മൂടപ്പെട്ട പോലെ തോന്നിയവന്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.